സ്വബാഉൽ ഖൈർ യാ തുല്ലാബി. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് 2ാം ക്ലാസ്സിലെ പേജ് 30, 31 എന്നീ പേജുകളിലെ ചില എളുപ്പമുള്ള, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? ഓക്കെ. പേജ് കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ ഉറാബിൻ്റെ കഥ പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ. തൻ്റെ അയൽക്കാരനായ ലക്കിൻ്റെ അഫ്രാഹുകളെ ആര് രക്ഷപ്പെടുത്തി? പ്രയാസവും വിഷമം വന്നപ്പോൾ മക്കളുടെ കരച്ചിൽ കേട്ടപ്പം ഭക്ഷണം തേടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഉറാബ് പറന്നു വന്ന് നോക്കുമ്പോൾ എന്താ കണ്ടത്? മൻളറുൻ മുഖീഫ, ഭയാനകമായ പേടിപ്പെടുത്തുന്ന ആ രംഗം എന്തായിരുന്നു? ഒരു സുൽബാൻ തൻ്റെ മക്കളെ പിടിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അയൽവാസിയായ ലക്കിൻ്റെ മക്കളെ പിടിക്കാൻ, അഫ്രാഹിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പം നമ്മുടെ ഉറാബ് നക്കറമിറാറൻ സുൽബാനെ കൊത്തി, തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കൊത്തി. സക്കത്ത സുൽബാൻ മിന ഷജറത്തി, ആ മരത്തിൻ്റെ മുകളിൽ നിന്നും നമ്മുടെ സുൽബാൻ കൊത്തുകൊണ്ട് സഹിക്കവയ്യാതെ ഉരുണ്ട് മറിഞ്ഞ് താഴെ വീണു. ആ അഫ്രാഹിനെ ഉറാബ് രക്ഷപ്പെടുത്തിയില്ലേ? അതാണ് അയൽവാസിയായ ഉറാബ് തൻ്റെ കൂട്ടുകാരൻ്റെ മക്കളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ കഥ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ആ കഥ മക്കൾക്ക് നന്നവണ്ണം മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ് പേജ് 30 5 ചിത്രങ്ങൾ കാണാൻ. നിങ്ങൾക്ക് 1ാമത് ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഉറാബ് പറന്നു പോകുന്നില്ലേ? നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ അതിന് എന്താ പറയാന്ന് അവിടെ കൊടുത്തിട്ടില്ല. അതറിയണമെങ്കിൽ നിങ്ങൾ 31ാമത്തെ പേജ് നോക്കുക. അതിൽ കുറേ കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേതോ ഒന്ന് ആ ചിത്രവുമായി മാച്ച് ചെയ്യും. ഓക്കെ. ഉറാബ് രാവിലെ തന്നെ തീറ്റ തേടി പറന്നു പോകുന്ന ആ ചിത്രത്തിന് പറ്റുന്ന ഒരു സെൻറ്റൻസ് തൊട്ടപ്പുറത്തെ 31ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ നിങ്ങൾ 1 എന്ന് എഴുതണം. വാഹിദ്. കാരണം എന്താ? ഉറാബിൻ്റെ ചിത്രത്തിൻ്റെ മുകളിൽ 1 എന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കണം. ഇനി 2ാമത്തെ ചിത്രം നിങ്ങൾ നോക്കൂ. കാണുന്നുണ്ടോ? ഉറാബ് അഫ്രാഹിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഷജറത്തിൻ്റെ മുകളിലോട്ട് വരുന്ന രംഗമല്ലേ? അതിനെന്താ പറയാമെന്ന് നിങ്ങളെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അപ്പുറത്തെ 31ാമത്തെ പേജിൻ്റെ ആ വരിയിൽ അതുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം അവിടെ നിങ്ങൾ ഇസ്നാനി 2 എന്ന് എഴുതണം. അതുപോലെ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും അതിന് പറ്റിയ വരികൾ 31ാമത്തെ പേജിൽ നിന്ന് കണ്ടെത്തി അതിൻ്റെ നേരെ ക്രമപ്രകാരമായി നമ്പർ ചെയ്യാം. അപ്പോൾ ആദ്യം 1, 2, 3 അങ്ങനെ പല ക്രമപ്രകാരമായിട്ടല്ല നമ്പർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നമ്പറൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ താഴെ കുറച്ച് പാരഗ്രാഫ് കണ്ടെങ്കിൽ 3-4 വരികൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? 1ാമത്തെ ഏതാണോ അതവിടെ എഴുതുക. പിന്നെ ഇസ്നാനി അതവിടെ എഴുതുക. അങ്ങനെ സലാസ അത് എഴുതുക. അങ്ങനെ 5ഉം എഴുതി കഴിയുമ്പം ഈ കഥ പൂർണ്ണമാകും. അങ്ങനെയാണ് ഒരു കഥ നമുക്ക് നിർമ്മിക്കാൻ, ഒരു കിസ്സ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിന് നിങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത പേജിൽ ഒരു 3 കാര്യം കൂടി പഠിക്കാനുണ്ട്. ഒന്ന് ഫൗക്ക, മറ്റത് തഹത്ത, ഒന്ന് ഫി. ഈ 3 വേർഡ്സ് വാക്കുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. എന്താ ഫൗക്ക എന്ന് പറഞ്ഞാൽ? ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ്, മുകളിൽ. തഹത്ത എന്ന് പറഞ്ഞാൽ ചുവട്ടിൽ. അതിന് പഠിക്കാൻ പറ്റുന്ന 3 ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. 1ാമത്തെ ചിത്രം കണ്ടെങ്കിൽ എന്താണ് 1ാമത്തെ ചിത്രത്തിലുള്ളത്? കാണുന്നുണ്ടോ? 1ാമത്തെ ചിത്രത്തിൽ എന്താണ് മക്കൾ കാണുന്നത്? ചിത്രം നോക്കിയേ. എന്താ കാണുന്നത്? അൽ ഉറാബു ഫൗക ഷജറ. അൽ ഉറാബു ഫൗക ഷജറ. എന്താണ് ഫൗക എന്ന് പറഞ്ഞാൽ? മരത്തിൻ്റെ മുകളിലാണ്, ഏറ്റവും മുകളിൽ. അതിനാ ഫൗക എന്ന് പറയാം. അസ്സുഅബാനു തഹത്ത ഷജറ. തഹത്ത എന്ന് പറഞ്ഞാൽ അടിയിൽ, ചുവട്ടിൽ. അപ്പം ഫൗക്കയുടെ ഓപ്പോസിറ്റാണ് തഹത്ത. ഇനി കണ്ടെങ്കിൽ അൽ ഫർഹു
ഫിൽ ഉഷ്. ഫിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ, ഫിൽ ഉഷ് കൂട്ടിൽ, ഫിൽ ബൈത്ത് വീട്ടിൽ, ഫിൽ മദ്രസത്തി സ്കൂളിൽ. അങ്ങനെയാണ് നമ്മൾ ഫീ ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ പറയുക. ഇനി ആ നിങ്ങൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ താഴെ ഒരു വിട്ടുപോയ 2 ഭാഗം പൂരിപ്പിക്കാനുണ്ട്. അന്നസുറു പരുന്ത്, ഡാഷിൽ ഹുമ്മി കൂടിൻ്റെ കോഴിക്കൂടിൻ്റെ എവിടെയുള്ളത്? ഫൗക്കയാണോ തഹത്തയാണോ നിങ്ങൾ അവിടെ എഴുതണം. ഫൗക്കയാണെങ്കിൽ ഫൗക്ക എന്ന് എഴുതുക, തഹത്തയാണെങ്കിൽ തഹത്ത നിങ്ങൾ എഴുതണം. അതുപോലെ അസൂസു കോഴിക്കുഞ്ഞ്, സൂസ് കോഴിക്കുഞ്ഞ് എവിടെയുള്ളത്? ഡാഷിൽ ഹുമ്മി ഹുമ്മിൻ്റെ ഫൗക്കയാണോ തഹത്തയാണോ എന്ന് നിങ്ങൾ അവിടെ, ഫീ ആണോ എന്ന് നിങ്ങൾ അവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അതോടുകൂടി നിങ്ങൾ ഫൗക്കയും തഹത്തയും ഫീയും പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് നമുക്കൊരു മൻളൂമ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് എങ്ങനെയാണ് എളുപ്പത്തിൽ മൻളൂമ നിർമ്മിക്കാൻ പറ്റുക എന്നുള്ളതിനുള്ള ചെറിയ ഒരു പ്രവർത്തനം കൂടി നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നിങ്ങൾ നല്ലവണ്ണം മൻളൂമ വളരെ എളുപ്പത്തിൽ അറബിയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മർഹബൻ ബിക്കും യോമുൻ സഈദ്. അസ്സലാമു അലൈക്കും യാ തുല്ലാബി. മൻളൂമയുടെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, തുടർന്ന് നിങ്ങൾ കൂടെ പാടുകയും ചെയ്യാം. കൂട്ടുകാരെ പദ്യമുണ്ടാക്കാൻ പഠിച്ചല്ലോ. ഇനി കൂട്ടുകാരെ ഹാഫിലത്തിനെ കൊണ്ടും അതുപോലെ നമ്മുടെ കിത്താറിനെ കൊണ്ടും ഓരോ പദ്യം ഉണ്ടാക്കണം. അതുണ്ടാക്കിയിട്ട് സാറിന് അയച്ചു തരണം. ഓക്കെ അല്ലേ?